വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള കുറച്ച് വസ്തുക്കളുടെ പേരുകളെല്ലാം പഠിച്ചു അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കിച്ചണിലെ സാധനങ്ങൾ നമ്മൾ വിട്ടുവെച്ചിട്ടുണ്ട്, കാരണം ഒരുപാട് വലിയ ലെങ്തി വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് മാത്രം കേട്ടോ. സോ നമ്മൾ ഇന്നെന്താ പഠിക്കാൻ പോകുന്നത്? ഇന്നും വളരെ സിമ്പിൾ ക്ലാസ് ആണ്. കിച്ചണിലുള്ള എല്ലാ ഐറ്റംസും, എല്ലാം എന്ന് വെച്ചാൽ ഒരുവിധ ഐറ്റംസുകൾ, അതിൻ്റെ പേര്. ഓക്കെ, ശരി. അപ്പോൾ ആദ്യം തന്നെ എവിടെ നിന്ന് തുടങ്ങണ്ടേ? കിച്ചൺ എന്താ പറയണ്ടേ അല്ലേ? റസോയി. റസോയി എന്നാണ് നമ്മൾ കിച്ചണിന് ഹിന്ദിയിൽ പറയണത് കേട്ടോ. ഇനി നമ്മൾ ഭക്ഷണം വെക്കുന്ന വലിയ പാത്രമാണ്, ഇവിടെയൊക്കെ എന്താ പറയുക, വലിയ ഇരുമ്പിന് ഇങ്ങനെ പാത്രങ്ങളാണ് കേട്ടോ, നമ്മൾ ചീനിച്ചട്ടി എന്ന് പറയും. അതിനെന്താ പറയുന്നത്? കടായി. കടായി എന്ന് പറഞ്ഞാൽ ചീനിച്ചട്ടിയാണ് കേട്ടോ. പിന്നെ ഈ കടായിക്ക് വേറൊരു അർത്ഥം കൂടി വരുന്നുണ്ട്. അതെന്തിട്ടാണെന്ന് അറിയോ? നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കടായി വർക്ക് എന്ന് പറയും, ഡ്രസ്സിനൊക്കെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത്, അതും ഒരു കടായിയാണ് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണിന് എന്താ പറയാന്നറിയാം? സ്പൂണിന് ചമ്മച്ച്. ചമ്മച്ച് എന്നാണ് സ്പൂണിന് പറയാം. പാത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് പണ്ട്, ബർത്ത് അല്ലേ? ബർത്ത് എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ. ഓക്കെ, ഇനി എന്താ? ഇനി നമ്മൾ ചെറിയ ബൗളിൽ കറിയൊക്കെ എടുക്കുന്ന ബൗളിന് എന്താ പറയാന്നറിയാം? കട്ടോരി. ഓക്കെ, ഇനി വലിയ ബൗളാണെങ്കിൽ കട്ടോര എന്നാ പറയൂടെ കേട്ടോ, ചെറുതാണെങ്കിൽ കട്ടോരി, അതാണ് അതിൻ്റെ ഡിഫറൻസ്. കട്ടോരി അത് മതി. പിന്നെ എന്നിട്ടാണ് ഗ്ലാസ്. ഗ്ലാസ്സിന് എന്താ പറയുക? ഈസിയാണ്, ഗിലാസ് എന്നാണ് പറയാം. ഈ വള്ളി ഇങ്ങോട്ട് ഇട്ടിട്ട് ഗായ എഴുതുകയാണ്, ഗിലാസ്, അതാണ് ഗ്ലാസ്സിന് പറയാം. ഇനി നമ്മൾ എന്താ പറയുക, ഗ്ലാസ് തന്നെ വേറെ ഗ്ലാസ് ഇല്ലേ, ചില്ലിനെ പറയില്ലേ, ഷോക്കേസിൻ്റെ ചില്ല്, മറ്റേ ജനലിൻ്റെ ചില്ലൊക്കെ, അതിനെ പറയുന്നത് കാഞ്ച് എന്നാണ്. കാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ല്. ഇപ്പൊ കാഞ്ചിന്റെ ഗ്ലാസ് എന്നൊക്കെ പറയും, ഈ ചില്ല് ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലോ, അത് കൂടാതെ നമ്മൾ ഗ്ലാസ്സിനെ ശീശ എന്നും പറയും കേട്ടോ. ശീശ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഗ്ലാസ് ആണ്. ഓക്കെ, ശരി. ഇനി എന്തുവാ? ഇനി കിച്ചണിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് സ്റ്റൗവ് അല്ലേ? ചൂള എന്നാ പറയാ കേട്ടോ, സ്റ്റൗവിന് ചൂള. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാം. സാധനങ്ങളുടെ പേരാണ് നമുക്ക് നോക്കണത്. നമ്മൾ എന്താ പറയുക, കുക്കിങ്ങിന് എടുക്കുന്ന ഐറ്റംസിൻ്റെ കേട്ടോ. ഓക്കെ, പഞ്ചസാരന് എന്താ പറയുന്നത്? ചീനി. ഓക്കെ, അപ്പോൾ ഉപ്പിനെയോ? നമക്. മനസ്സിലായോ? ചീനി, നമക്. ഓയിലിന് എന്താ പറയുക? തേൽ എന്ന് പറഞ്ഞാൽ ഓയിൽ. ഓക്കെ, ഇനി എന്തുവാ? മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. നമുക്ക് പറഞ്ഞേക്കാലോ, ഈസിയാണ്. മിർച്ച് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളക് പൊടി, മിർച്ച് പൗഡർ. ഓക്കെ, ധനിയ പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മല്ലിപ്പൊടി, ധനിയ പൗഡർ. ഹൽദി പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി, ഹൽദി പൗഡർ. കാലിമിർച്ച് എന്ന് ഉദ്ദേശിക്കുന്ന കുരുമുളകിനെ കേട്ടോ. കാലിമിർച്ച് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളക് പൊടി. ഓക്കെ, ശരി. ഇനി ജീരകം. നമ്മൾ ജീരകം എന്ന് പറയുന്നിടത്ത് ഹിന്ദിയിൽ പറയുന്നത് ജീര എന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഉലുവേനെ ഹിന്ദിയിൽ എന്താ പറയാന്നറിയോ? മെത്തി. ഓക്കെ, ഇനി കായം പൊടിയിൽ എന്താ പറയുക? നമ്മൾ കായം യൂസ് ചെയ്യില്ലേ, അതിനെ പറയുന്നത് ഹിങ്ക് എന്നാണ്, ഹിങ്ക്. ഓക്കെ, ഇനി തേയിലിന് എന്താ പറയുന്നത്? ചായ്പത്തി. ഓക്കെ, ചായ്പത്തി എന്നാണ് നമ്മുടെ തേയിലനെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പുളീന് എന്താ പറയാന്ന് അറിയാം? നമ്മുടെ വളംപുളി ഇല്ലേ, അതിനെന്താ പറയാ? ഇംലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളി. നമ്മൾ മെയിൻ ഐറ്റം പറഞ്ഞു അരിന്ന് എന്താ പറയാ? ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം അല്ലേ? ചാവൽ. ഓക്കെ, ഇനി പരിപ്പാണെങ്കിലോ? ദാൽ. നമ്മുടെ അവിടെയൊക്കെ ഇപ്പം ഉണ്ട് തോന്നുന്നു അല്ലേ? പണ്ടൊക്കെ നമ്മുടെ സാധാരണ സാമ്പാർ പരിപ്പാണ് അല്ലേ? ഇവിടെ അങ്ങനെയല്ല, പല കളറിലുള്ള ദാലുകളുണ്ട് കേട്ടോ. അപ്പൊ കോമൺ ആയിട്ട് നമ്മൾ ദാൽ എന്ന് എല്ലാത്തിനെയും പറയുന്നത് കേട്ടോ. പല വെറൈറ്റി ദാലുകളുണ്ട് കേട്ടോ. ഇനി എന്തുവാ? ഉറുദു ദാൽ എന്ന് ഉദ്ദേശിക്കുന്ന ഉഴുന്നിനെ കേട്ടോ. ഉഴുന്ന് പരിപ്പില്ലേ, ഉഴുന്ന് പരിപ്പിന് എന്താ പറയുന്നത്? ഉറുദു ദാൽ. ഓക്കെ, ഇനി കടലേനെ എന്താ പറയാന്നറിയാം? ചെന. ഓക്കെ, പിന്നെ എന്താ? മുട്ടേനെ എന്താ പറയാ? അണ്ട. ശരി. ഇനി കടുകിന് എന്താ പറയാന്നറിയാം? കടുകിനെ സർസോ. ഓക്കെ, സർസോ എന്ന് പറഞ്ഞാൽ കടുക്. ഓക്കെ, ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളെന്തിനു മുമ്പ് ഒരു ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു എന്താ പറയുക കോൺവെർസേഷൻ ക്ലാസ്സിൽ കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാൻ വെജിറ്റബിൾസിൻ്റെ കുറേ പേരൊന്നും പറയുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയുന്നത്? ഞാനൊരു കാര്യം വിട്ടുപോയി. ഈ അരിപ്പ ഉണ്ടല്ലോ, നമ്മൾ ചായ അരിക്കുന്ന അരിപ്പ, അതിനെന്താ പറയാന്നറിയാം? ചൽനി എന്നാ പറയാം. ഓക്കെ, ചൽനി എന്ന് പറഞ്ഞാൽ അരിപ്പ.
ഇനി സഞ്ചി, നമ്മൾ എന്താ പറയുക, സാധനങ്ങളൊക്കെ മേടിക്കുന്ന കവർ ഉണ്ടല്ലോ, തേല എന്നാ പറയാ. തേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചി. ഓക്കെ, അടുത്തതാണ് കത്തി. കത്തിന് എന്താ പറയാ? ചാക്കു. മനസ്സിലായോ? കഴിഞ്ഞു. അവസാനം നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉണ്ടാവുന്ന സാധനം എന്താണെന്നറിയോ? വേസ്റ്റ്. വേസ്റ്റ് എന്താ പറയാ? കച്ചറ. കച്ചറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരെ അതിനെ കച്ചട എന്നും പറയും കേട്ടോ. കച്ചട എന്ന് പറഞ്ഞാലും വേസ്റ്റ് തന്നെയാണ്. ആക്ച്വലി അതിനെ കച്ചറ എന്നാണ് നമ്മൾ എഴുതുമ്പോൾ കേട്ടോ. കച്ചറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ്. അപ്പോൾ ഓൾമോസ്റ്റ് കിച്ചണിനുള്ളിൽ കിടക്കുന്ന സാധനങ്ങളാണ് ഞാനിപ്പോൾ ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, എന്തിൻ്റെങ്കിലും അർത്ഥം അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചോളൂ കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്. ബൈ.